അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലുള്ളത് കുഞ്ഞു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടലിൻ്റെ അവിടെ ഒന്ന് വന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികളിങ്ങനെ എന്നും പറയലുണ്ട് നമുക്ക് അങ്ങോട്ട് കടലിൻ്റെ അവിടെ പോവാന്ന് പറഞ്ഞിട്ട്. ഇവിടെ അടുത്താണ് സംഭവം, നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ മോളും മരുമകളൊക്കെ അങ്ങനെ വിളിച്ചപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് ഞങ്ങളൊരു 4:30 ആകുമ്പോൾ പോയി. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ തിരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ ഒരു 6:05 ആകുമ്പോൾ തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ വേഗം ഇരുട്ടാവും ചെയ്യും കേട്ടോ, അല്ലേ? പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ ആ കുഞ്ഞാറ്റ ഒരു പട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടം കുറച്ച് നേരമൊക്കെ പറപ്പിച്ച് പിന്നെ നോക്കുമ്പോൾ അത് എന്തോ നൂലതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മേലേക്ക് പറക്കാതായിട്ടാണ്. പിന്നെ ഷാമോനൊക്കെ അവിടെ കുറച്ച് എല്ലാവരും കൂടി കളിച്ച് കുട്ടികളൊക്കെ അവിടെ നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്നും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, കുഞ്ഞ് വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടിനെ മാത്രമല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ പരമാവധി നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താ പറയുക, ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണമല്ലോ, അല്ലാതെ ഒറ്റക്കൊറ്റക്ക് പോകുമ്പോൾ രസമില്ലല്ലേ? അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നാത്തൂൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ, നാത്തൂൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓനെങ്ങനെ അവിടെ നടന്ന് കളിക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അവൻ്റെ കുറച്ച് കുസൃതിയൊക്കെ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കടപ്പുറത്ത് വന്നപ്പോൾ വെള്ളത്തിൽ തീരെ ഓനെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ കുറച്ചൊന്ന് കാല് നനച്ചപ്പോൾ പിന്നെ തീരെ വെള്ളത്തിൽ നിന്ന് കയറാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികൾ അവിടെ മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ച് അങ്ങനെ ഞങ്ങൾ അടിച്ച് വീട്ടിൽ പോയിട്ടാണ്. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പരമാവധി നമ്മളെ കൂട്ടുകുടുംബം നമ്മൾ എപ്പോഴും നിലനിർത്താൻ നോക്കുക, അല്ലേ? നമ്മളെ സന്തോഷങ്ങളും ഇതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോഴാണ് അതിൻ്റെ ഒരു രസമുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവരോടും സ്നേഹത്തിനും സന്തോഷത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക. പിന്നെ ഒരാളോടൊന്ന് പറഞ്ഞ് മറ്റൊരാളോടൊന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് വലിയ വലിയ പ്രശ്നങ്ങളാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക, അല്ലേ? ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു 2-3 ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ മറ്റൊരാൾ കാര്യം പറഞ്ഞ് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് കഴിയണത് നമ്മൾ തന്നെ പരിഹരിക്കുക. മൂന്നാമതൊരാളെ ഏൽപ്പിക്കാതിരിക്കുക. അത് ഏൽപ്പിച്ചിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതൊരു പാരയാവും കേട്ടോ. അത് നമ്മൾ ഓരോ ജീവിതാനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കണത്. അതുകൊണ്ടാട്ടോ ഞങ്ങളോട് ഇങ്ങനെ പറയണത്, വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയണത് അതുകൊണ്ടാട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ശ്രമിക്കണം. അതിന് കമൻറ്റിലുണ്ട് നിങ്ങളെ അഭിപ്രായം പറയണം. പിന്നെ ചിലവരൊക്കെ നമ്മളെ ഓരോ വീഡിയോ ഇടുമ്പോഴൊക്കെ ബാഡ് കമൻറ്റൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ മെയിൻറ്റ് ചെയ്യണില്ല എന്നറിയാം. അപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ അതിൻ്റേതായ വഴിക്ക് വിടുക. അതിൻ്റെ പിന്നാലെ നടന്ന് നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ, അല്ലേ? ഇപ്പം എന്താ പറയുക, നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരെ പോലെ എന്താ പറയുക, അവരെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക, അല്ലേ? നമ്മളായിട്ട് ജീവിക്കുക. അല്ലാതെ അവരെ കണ്ടുപഠിക്കുക ഇവരെ കണ്ടുപഠിക്കുക എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അതേപോലെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. നമുക്ക് നമ്മളായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അതൊരു അഭിനയമായിട്ടാണ് മാറുള്ളൂ. അല്ലാതെ അത് ശരിക്കും നമ്മളെ ഒറിജിനൽ ക്യാരക്ടർ അതല്ലല്ലോ. അപ്പോൾ നമ്മളായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുക. നമ്മൾ സ്നേഹിക്കാൻ പറ്റുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു വഞ്ചിനായിരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റ അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കുറേ എന്താ പറയുക ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു കേട്ടോ. അവരെ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, അവരുടെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തില്ല. കുറേ എണ്ണം അവിടെ കടലിൽ ഇറങ്ങിയിട്ട് കുളിക്കണവും ഇതാക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.